ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷനിലെ സേഫ് ഫോൾഡർ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തതാണ്. നമുക്കറിയാം ഗൂഗിളിന്റെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫയൽ മാനേജറാണ് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് സേഫ് ഫോൾഡർ എന്ന ഈ ഒരു സീക്രട്ട് ഫോൾഡർ. ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് ലോക്ക് ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കും. പല ആളുകൾക്കും ഇതിലേക്ക് എങ്ങനെയാണ് ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്നതെന്നും അപ്ലോഡ് ചെയ്ത ഫയലുകൾ എങ്ങനെ തിരിച്ച് ഗാലറിയിലേക്ക് കൊണ്ടുവരാം എന്നും അതുപോലെ തന്നെ ഇതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നൊന്നും പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഫയൽ മാനേജർ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ എല്ലാ കാര്യങ്ങളും ഫയൽ മാനേജർ പോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, ആപ്സ് എല്ലാ കാര്യങ്ങളും കാറ്റഗറി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. ഇതിൽ നിന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ രഹസ്യമായിട്ടുള്ള ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ലോക്കിൻ്റെ ചിഹ്നത്തിൽ സേഫ് ഫോൾഡർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിൻ നമ്പർ അതുപോലെ തന്നെ പാറ്റേൺ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ഇതിനൊരു ലോക്ക് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ പിൻ നമ്പറാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ 1 2 3 4 എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ 1 2 3 4 തന്നെ ഞാനിപ്പോൾ എൻ്റർ ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. സേഫ് ഫോൾഡർ ഇപ്പോൾ നമ്മളൊരു പിൻ നമ്പറിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫയലുകളൊക്കെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ ആ ഒരു സേഫ് ഫോൾഡറിലേക്ക് മാറ്റുകയാണ്. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു, മൂവ് ടു സേഫ് ഫോൾഡർ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഗാലറിയിൽ നിന്നും ആ ഒരു ഫോട്ടോ അപ്രത്യക്ഷമായിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഉള്ളത് സേഫ് ഫോൾഡറിലാണ്. ഇവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നേരെ ബാക്ക് വന്നിട്ട് ആ സേഫ് ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു പിൻ നമ്പർ കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്കത് തിരിച്ച് ഗാലറിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ഔട്ട് ഓഫ് സേഫ് ഫോൾഡർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാകും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നേരെ നിങ്ങൾക്ക് അതേ സ്ഥാനത്ത് ഗാലറിയിൽ ഇമേജ് എന്ന ഭാഗത്ത് ആ ഒരു ഫോട്ടോ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പല ഫയലുകളും നിങ്ങൾക്ക് ഈ ഒരു സേഫ് ഫോൾഡറിൽ ലോക്ക് ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി പിൻ നമ്പർ മറന്നുപോയി, ഞാൻ തെറ്റായ ഒരു പിൻ നമ്പർ ഇവിടെ അടിച്ചു നോക്കുകയാണ്. ഇതാ കണ്ടോ, പിൻ നമ്പർ മറന്നുപോയി. എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും? ഇതിൻ്റെ പിൻ നമ്പർ എങ്ങനെ റീസെറ്റ് ചെയ്യാൻ സാധിക്കും? റീസെറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ എവിടെയും നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നേയില്ല. അതിനായിട്ട് എന്ത് ചെയ്യും? അത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെയൊന്നുമല്ല അതിൻ്റെ ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഈ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഇടതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈൻസ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സേഫ് ഫോൾഡറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ചേഞ്ച് ലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പിന്ന് നമുക്ക് ഓർമ്മ വേണം എങ്കിൽ മാത്രമേ ആ ഒരു പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് റീസെറ്റ് സേഫ് ഫോൾഡർ എന്നാണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൾഡറിൽ നിങ്ങൾ സൂക്ഷിച്ച എല്ലാ ഫയലുകളും ഒറ്റയടിക്ക് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലുകളൊന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പുതിയൊരു സേഫ് ഫോൾഡർ, പുതിയൊരു പാസ്വേഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മറന്നു പോകുന്ന പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ മറ്റൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാണ്, നെക്സ്റ്റ് കൊടുക്കുകയാണ്. വീണ്ടും 1111 എന്ന് തന്നെ കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ പുതിയൊരു സേഫ് ഫോൾഡർ ആയിട്ടുണ്ട്. പഴയ ഫയലുകളൊന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പഴയതുപോലെ തന്നെ ഞാനിപ്പോൾ ഫോട്ടോ എടുത്തു, ഇവിടെ മൂവ് ടു സേഫ് ഫോൾഡർ കൊടുത്തു, ആ ഒരു പാസ്വേഡ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഗാലറിയിൽ നിന്നും ആ ഒരു ഫോട്ടോ പുതിയ സേഫ് ഫോൾഡറിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഓർമ്മയുണ്ടെങ്കിൽ മാത്രം. ഓർമ്മയില്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഫയൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ സേഫ് ഫോൾഡറിൽ ലോക്ക് ഇട്ട് സൂക്ഷിച്ച ഈ ഫയലുകളൊന്നും തന്നെ മറ്റൊരു ഫോണിൽ ഇതേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സേഫ് ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫയലൊന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ ഇതൊരു മെയിൽ ഐ ഡിയിലും പാസ്വേഡിലും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോൾഡറോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ഫോണാണോ ഉപയോഗിക്കുന്നത് ആ ഫോണിലുള്ള ഫയലുകൾ മാത്രം നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാം, ലോക്ക് ചെയ്ത് വെക്കാം. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു സേഫ് ഫോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാര്യം കൂടി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.